അതിലെ കേരളം മൊത്തം കട്ടുമുടിക്കാനാണോ ഈ സ്വർണ്ണക്കൊള്ളയിലെ ആ ടീം അല്ലെങ്കിൽ അത്തരക്കാർ ശ്രമിച്ചതെന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, 1000 കോടി രൂപ വരുന്ന വലിയൊരു കടത്താണ് കേരളത്തിൽ നിന്ന് നടത്തിയത്. അതായത് ശബരിമല ഇപ്പോൾ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് രാവിലെ വന്നിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഡയമണ്ട് അല്ലെങ്കിൽ അവിടുത്തെ പവിഴങ്ങൾ ഉൾപ്പെടെയുള്ളവ കടത്താനുള്ള ശ്രമം ഡി മണി എന്ന് പറഞ്ഞാൽ ഡയമണ്ട് മണി ശ്രമിച്ചിരുന്നു. അപ്പം മൊഴിക്ക്, അതായത് SITക്ക് നൽകിയ മൊഴിയിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആർക്കിയോളജിക്കൽ കേന്ദ്രങ്ങൾ, പുരാതനമായ വസ്തുക്കൾ ഒന്നും സേഫ് അല്ല. സജിയേട്ടാ, കേരളത്തിൽ ഇതൊന്നും സേഫ് അല്ല എന്നല്ല ഇത് തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വാർത്ത കണ്ടപ്പോഴും വിചാരിച്ചിരുന്നു, ശബരിമല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, അല്ലെങ്കിൽ ഏറ്റവും ടൂറിസം മേഖലയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വരുന്ന ഒരു സ്ഥലമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടുത്തെ ആ ഒരു സ്വർണം അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് തോത്, ആ ഒരു രീതിയിലേക്കുള്ള കണക്കുകളൊക്കെ അറിയാൻ ജനങ്ങൾക്ക് ഒരു പ്രത്യേക വികാരം തന്നെയാണ്. അപ്പോൾ അവിടേക്ക് ഒരു കണ്ണിവർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതമൊന്നും തോന്നാനില്ല. കാരണം ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ, കാരണം അത്രത്തോളം ജനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ വരുന്ന ഒരു ക്ഷേത്രത്തിൽ ഇത്ര ഒരു കൊള്ള വർഷങ്ങളായി നടക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ. അപ്പോ ശബരിമല കഴിഞ്ഞു കഴിഞ്ഞാലാണ് എനിക്ക് തോന്നുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്കും ഈ ഒരു കൊള്ള കടന്നു കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. പിന്നെ ഈ ഒരു കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇടനിലക്കാരൻ എന്നാണ് പറയുന്നത്. അപ്പോ ശബരിമലയിൽ എന്താണോ നടന്നത്, ശബരിമലയിൽ ആരാണോ സഹായിച്ചത്, അതേ രീതിയിലുള്ള ദേവസ്വം മന്ത്രിമാർക്കും അതേപോലെ സർക്കാരിനും ഒക്കെ ഇതിനും പങ്കുണ്ടാവും തന്നെയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി, കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പ്രചരണം, ഇതിന് പിന്നിൽ കോൺഗ്രസിനും പങ്കുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ പോറ്റിയും സോണിയാഗാന്ധിക്ക് കയ്യിലൊരു ചരടോ എന്തോ കെട്ടിക്കൊടുക്കുന്ന ഫോട്ടോയൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെന്റ് ലഭിക്കാനാണെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് കടമ്പകളുണ്ട്. ഇപ്പോൾ നമുക്ക് സോണിയാഗാന്ധി പെട്ടെന്ന് പോയി കാണാൻ കഴിയുന്ന ഒരാൾക്കാരല്ല. അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കാർക്കെങ്കിലും കൃത്യമായിട്ടുള്ള അപ്പോയിൻമെന്റ് ഉണ്ടെങ്കിലേ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഈ പോറ്റി കയ്യിലെന്തോ ചരടെന്തോ കെട്ടിക്കൊടുക്കാനായി ചെല്ലുന്നത്. അപ്പോൾ സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിൽ അത്തരത്തിൽ അടുത്ത ബന്ധമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ അടൂർ പ്രകാശിന്റെ പേര് പറയുന്നു, പത്തനംതിട്ട MP ആയിട്ടുള്ള ആന്റണിയുടെ പേര് പറയുന്നു. പോറ്റിയെ അവിടെ നിയമിച്ചത്, ശബരിമലയിൽ നിയമിച്ചത് 2015 അതായത് ഉമ്മൻചാണ്ടിയുടെ അവസാന കാലഘട്ടത്തിലാണ് UDF നിയമിച്ചത്. അപ്പോൾ പോറ്റി UDFകാരനാണെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം പ്രചരണങ്ങൾ CPM അഴിച്ചുവിടുന്നത്, അതായത് ഇവരുടെ മുകളിൽ നിന്നുള്ള സാധനം, അതായത് ഇത്തരത്തിലുള്ള ആരോപണം, ഈ കേസ് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള, ഇതെല്ലാം കോൺഗ്രസിന്റെ തലയിലേക്ക് കൊണ്ടുവന്ന് ചാർത്തി കൊടുക്കാനാണോ? 2015 അവസാനത്തിലാണ് പോറ്റിയെ നിയമിച്ചതെങ്കിൽ 2016 ശേഷം ഭരണം കിട്ടിയിട്ടുള്ളത് LDF സർക്കാരിന് തന്നെയായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കള്ളനെ വീണ്ടും അവിടെ പിടിച്ചിരുത്തി? നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ ഇങ്ങനെ ഒരാൾ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇയാൾ അത്ര നല്ലതല്ല. നിങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ ഒരു പൊളിച്ചെഴുതുകൾ നടത്തുന്നത് നമ്മൾ സ്വാഭാവികമായി കണ്ടുവരുന്ന കാര്യമാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ട്രാൻസ്ഫറുകളുടെ ഒക്കെ ഒരു കൂമ്പാരമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ ഒരാളെ എന്തിനാ വീണ്ടും നിങ്ങൾ ഈ വർഷങ്ങളോട് അവിടെ ഇരുത്തി കക്കാനായി സഹായിക്കുന്നത്? നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നിയമിച്ചത് അവരായതുകൊണ്ട് 10 വർഷത്തെ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ദേവസ്വം എന്ന് പറയുന്നത് സർക്കാരിന് അണ്ടറിലാണ്. പ്രതിപക്ഷത്തിന് അവിടെ എത്രത്തോളം റോളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാക്കി എല്ലാ കാരണങ്ങളും, ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നത് സർക്കാരിന്റെ പിന്തുണയോടെ മാത്രമേ അവിടെ നടക്കുള്ളൂ. പ്രതിപക്ഷമാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ സർക്കാരിന് കഴിവില്ലാത്തൊരവസ്ഥയിലേക്ക് പോവില്ലേ? സർക്കാർ 10 വർഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും പ്രതിപക്ഷം സൈഡിൽ ഇരുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ച് ഇവിടെ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ, അത് നിങ്ങളുടെ ഒരു കഴിവില്ലായ്മയായി പോവില്ലേ എന്ന് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോട്ടോയുടെ കാര്യമാണെങ്കിൽ ഇതിനു മുൻപ് ഒരുപാട് ഫോട്ടോകൾ ഇതേപോലെ പുറത്തേക്ക് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ദിലീപിന്റെ ഒരു സെൽഫിക്കകത്തിൽ പൾസർ സുനി ബാക്കിൽ വന്ന് നിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോ പൾസർ സുനി ദിലീപ് വിളിച്ചിട്ടാണ് അവിടെ വന്നത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അയാളൊരു സെൽഫിക്കകത്തിൽ അയാളെ കണ്ടുവന്ന രീതിയിലേക്ക്. അതേപോലെ തന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പല രീതിയിലുള്ള മന്ത്രിമാരുമായിട്ട്, നമ്മുടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരുമായിട്ട് തന്നെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഉന്നത ബന്ധമുള്ള ആൾക്ക് കൃത്യമായി കേന്ദ്രത്തിലേക്ക് ഒരു പെർമിഷൻ എടുത്തിട്ട് സോണിയാഗാന്ധി പോയി കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അത്ഭുതമൊന്നും കാണാനില്ല. അതേപോലെ ഒരുപാട് ആൾക്കാരും, ഒരുപാട് കേസിൽപ്പെട്ട ആൾക്കാർ പല മന്ത്രിമാരോടൊപ്പം പല ആൾക്കാരോടൊപ്പം നിൽക്കുന്ന പല ഫോട്ടോകളും നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊരു അത്ഭുതം. അത് വെച്ചിട്ട് സോണിയാഗാന്ധി പറഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പക്കൊള്ള നടത്തിയത് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള നടത്തിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വൻപര ഒരു വിഡിത്തമായി പോകും. കാരണം അങ്ങനെ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സ്വർണം കടത്തി നല്ല ശിവൻകുട്ടി സഖാവ് തെളിവ് കാണിച്ചത് കണ്ടില്ലേ? ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ച് കടത്തി, അത് ഇറ്റലിയിലുള്ള സഹോദരിയുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് കടത്തി എന്നൊക്കെയുള്ള സർക്കാസ്റ്റിക് ട്രോളുകൾ
ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അപ്പൊ ഇതിനു മുമ്പ് വന്ന സ്വർണ്ണ വിഷയം എന്ന് പറയുന്നത് സ്വപ്ന സുരേഷ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത്, അതേപോലെ മിക്ക ഫോട്ടോകളും സ്വപ്ന സുരേഷിന്റെ ഒരു സാമീപ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനകത്തിൽ നമുക്ക് അപ്പൊ അതും ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പറയേണ്ടി വരില്ലേ? അന്നപ്പോ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണോ, മുഖ്യമന്ത്രി വിളിച്ചിട്ടാണ്, മുഖ്യമന്ത്രിക്ക് പരിചയം പോലും ഇല്ല എന്നൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇങ്ങനെ ഒരു സ്ത്രീയോ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ വിളിക്കാത്ത മുഖ്യമന്ത്രിയുടെ ഒക്കെ പരിപാടിയിൽ പൊതുജനങ്ങൾക്ക് പോലും അങ്ങോട്ടൊന്നും മടുപ്പിക്കാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരാൾ അടുത്ത പ്രത്യേകിച്ചുള്ള പരിപാടികളിലൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ വിളിക്കാൻ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരാളോടെ വന്ന് നിൽക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. അതൊക്കെ തേച്ച് മായ്ച്ച് കളഞ്ഞിട്ട് ഇപ്പുറത്തൊരു ഫോട്ടോ, ഇത് എങ്ങനെയാണ് ഇത്ര നാളായിട്ട് ഈ ഫോട്ടോ എവിടെയായിരുന്നു എന്നൊരു ചോദ്യമില്ലേ? എല്ലാം കൈവിട്ട് പോയതിനു ശേഷം ഇത് എനിക്ക് തോന്നുന്നു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണെന്ന് തോന്നുന്നു. അയ്യപ്പക്കൊള്ള അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള നമ്മളെ ബാധിക്കുമോ, ഇലക്ഷനിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് ആ ഒരു ടെസ്റ്റ് ചെയ്ത് ബാധിച്ചു എന്നറിഞ്ഞപ്പോഴത്തേക്കും ഇത് എങ്ങനെയെങ്കിലും ആരുടെങ്കിലും തലയിൽ വെച്ച് കൊടുക്കണമല്ലോ എന്നൊരു സാഹചര്യത്തിലായിരിക്കാം ഇപ്പൊ ഇത്തരം ഫോട്ടോകളൊക്കെ എടുത്തോണ്ട് വന്ന് നമുക്കിതിലൊരു ബന്ധവുമില്ല. 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി നിയമിച്ചതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. ഉമ്മൻചാണ്ടിക്കാണ് ഇതിൽ പങ്ക്, അല്ലെങ്കിൽ സോണിയാഗാന്ധിക്കാണ് ഇതിൽ പങ്ക്. ഇത് വലിയ രീതിയിലൊരു കേന്ദ്രത്തിന്റെ അട്ടിമറിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങളൊക്കെ ഉറങ്ങിപ്പോവുകയായിരുന്നു, ഞങ്ങളൊക്കെ പാവങ്ങളാണ്, ഞങ്ങളൊക്കെ അയ്യപ്പനെ തൊഴാൻ മാത്രമാണ് പോയിട്ടുള്ളത്. അങ്ങനത്തെ സാഹചര്യങ്ങളിലേക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് പൊതുജനത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. അല്ലെങ്കിൽ ഒരു വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞൂടെ? അങ്ങനെ ഒരു അവസ്ഥയില്ലേ? ഇതൊക്കെ നമുക്ക് അങ്ങനെ അങ്ങ് മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അതായത് ഇത്തരത്തിൽ സ്വർണം കടത്തിയിട്ടുണ്ടായിരിക്കുമെന്ന് എല്ലാവരും കരുതുന്ന ഒരു സമയമുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്ത് ശബരിമലയ്ക്കകത്ത് ആർക്കും കൃത്യമായി എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ സമയത്തായിരിക്കണം അതായത് ശബരിമലയിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്വർണം മൊത്തം പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഈ തീരുമാനങ്ങൾ ഇവർ നടത്തിയത്. ആദ്യത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാവവ്യത്യാസങ്ങളില്ലാത്ത അഭിനയം കണ്ട് നമ്മൾ തന്നെ അയ്യോ എന്തിനാണ് ഇത്തരത്തിലൊരു പോറ്റിയെ തിരുമേനിയെ ആക്രമിക്കുകയെന്ന് പൊതുസമൂഹം. പിന്നെ ഓരോന്നായി പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇതിൽ എവിടേക്കാണ് കൊണ്ടുവന്ന് കെട്ടാൻ ശ്രമിക്കുന്നത്? പിണറായി വിജയനാണ് സ്വർണം കട്ടത് എന്ന തരത്തിലേക്കാണ് കൊണ്ടുവന്ന് കെട്ടാൻ ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹം സ്വർണം അല്ലെങ്കിൽ കട്ടെടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷെ ഇതിനെല്ലാം കുടപിടിച്ചു, ഇത്തരക്കാരെ സംരക്ഷിച്ചു. ഒരുപക്ഷെ അറിയാതെ, പക്ഷേ ഈ ഗവൺമെന്റിന്റെ അധീനതയിലിരിക്കുന്ന ദേവസ്വം ബോർഡിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാത്തൊരു സാഹചര്യം, ഇത് അറിയുന്നില്ലേ? അതായത് അറിയാതിരിക്കാൻ ഇവിടുത്തെ ദേവസ്വം മന്ത്രി എന്താണ് ചെയ്യുന്നത്? 2019 ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞില്ലേ എന്നുള്ള ചോദ്യമുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ കോടതി കുറ്റക്കാരനൊന്നും ആക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഉത്തരവാദിത്തം നിലവിലത്തെ സർക്കാരിനുണ്ട്. പക്ഷേ പറഞ്ഞു വരുന്നത് ആന്റോ ആന്റണിക്കും അടൂർ പ്രകാശും സോണിയാഗാന്ധിയും എല്ലാം തന്നെ ഇതിൽ പേരുകൾ ഉൾപ്പെട്ടു. ഇവർക്കൊക്കെ ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തില് പൊന്നും എല്ലാം കട്ടുകൊണ്ട് പോയി അവിടെ ഈ പറയുന്ന ആൾക്കാരൊക്കെ, എനിക്ക് തോന്നുന്നു കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ ഇവിടെ വന്ന് അടുത്തിടെ വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വന്നതിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ശ്രീ മോഹൻലാൽ വന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർക്കൊക്കെ അതിൽ പങ്കുണ്ട്. ഇവരൊക്കെയാണ് അവിടുന്ന് സ്വർണം കടത്തിക്കൊണ്ട് പോയതെന്ന് നമ്മുടെ ശിവൻകുട്ടി സഖാവും അതേപോലെ പിണറായി സർക്കാരൊക്കെ വന്ന് പറയുകയാണെങ്കിൽ അത്ഭുതമൊന്നും കാണാനില്ല. ഇനി അവിടെ നിന്ന് കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല, ഇവിടൊക്കെ വന്നത് ഞങ്ങളല്ല, ഞങ്ങൾ ആരും അങ്ങോട്ട് വന്നിട്ടില്ല, ഇത് ഇവരൊക്കെയാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അവിടെ പോയി ഒന്ന് നോക്കിക്കൂടെ? VD സതീശൻ അവിടെ വന്നിട്ടുള്ളത് അവിടുത്തെ സ്വർണം എങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോകാം എന്ന് അന്വേഷിക്കാനാണ്, എന്ന് തിരക്കാനാണ്. ഇങ്ങനെയൊക്കെ പറയാൻ ഒരു പ്രത്യേക ചാൻസ് ഉണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു കാലിബറൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ് ഇവര്. എല്ലാം പട്ടിയെ പൂച്ചയാക്കുന്ന രീതിയിലേക്കൊക്കെ വന്നൊക്കെ ഇരുന്ന് പറയുന്ന ആൾക്കാരാണ്. ഇനിയിപ്പോ ഏത് തരത്തിലാണ് അവിടുത്തെ പ്രത്യേകിച്ച് സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. എങ്ങനെയാണ് അവിടെ ഇങ്ങനെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ വല്ലോ കിണ്ടിയോ മുന്തയോ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ പോയിട്ടുണ്ട് ഓപ്പറേഷൻ ഡി മണി SIT അതിവിദഗ്ധമായി, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഡി മണി പൊളിച്ചിരിക്കുന്നത് പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഡി മണി പൊളിച്ചത്. അതിനു മുമ്പ് ശബരിമല പിടിക്കപ്പെട്ടു. ഇല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മളുടെ കേരളത്തിൻ്റെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ മറ്റുള്ള നോർത്ത് ഇന്ത്യക്കാരുടെ അടുത്ത് പറയുന്ന ദ റിച്ചസ്റ്റ് ടെമ്പിൾ ഇൻ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയാൻ കഴിയുന്ന ഒരു ക്ഷേത്രം ചെമ്പായി മാറിയേനെ.